പ്രവാസിയാണോ നിങ്ങൾ? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ തിരക്കുകളിലാണോ? എങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പാൻ കാർഡിൽ NRI എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പാൻ കാർഡ് പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ITR ഫയൽ ചെയ്യുന്നതിൻ്റെ അവസാന തീയതി ഈ മാസം 31-ന് അവസാനിക്കും. നിങ്ങൾ വിദേശത്തേക്ക് മാറിയതുകൊണ്ട് മാത്രം പാൻ ഡാറ്റാബേസിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് NRI ആകില്ല. പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങളിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്നാൽ പാൻ നമ്പറിൽ മാറ്റമുണ്ടാകില്ല. അത് ഏത് സമയത്തും ഒന്ന് തന്നെയായിരിക്കും. പാനും ആധാറും ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ 2023 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ആദായ നികുതി നിയമപ്രകാരം പ്രവാസികൾക്ക് പാൻ ആധാർ ലിങ്കിങ് നിർബന്ധമല്ല. അതേസമയം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റാബേസിൽ നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് കൃത്യമായി രേഖപ്പെടുത്താത്തത് മൂലം പല പ്രവാസികളുടെയും പാൻ കാർഡുകൾ ഇനോപ്പറേറ്റീവായി മാറിയിട്ടുണ്ട്. മുൻപത്തെ 3 അസസ്മെന്റ് വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നോൺ റെസിഡന്റായി ടാക്സ് റിട്ടേൺ സമർപ്പിച്ചവരുടെയോ അല്ലെങ്കിൽ ജുറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറെ വിവരമറിയിച്ചവരുടെയോ NRI സ്റ്റാറ്റസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽപ്പെടാത്ത പ്രവാസികളോട് തങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വിവരങ്ങളും തെളിവുകളും അസസിംഗ് ഓഫീസർക്ക് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാൻ പ്രവർത്തനരഹിതമായാൽ അത് റദ്ദാക്കപ്പെട്ടു എന്ന് അർത്ഥമില്ല. അപ്പോഴും നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ കഴിയും. പക്ഷേ നികുതി റീഫണ്ടുകളും അതിനുള്ള പലിശയും ലഭിക്കുന്നത് തടഞ്ഞുവെക്കപ്പെടുകയും ബാങ്ക് ഇടപാടുകൾക്കും വരുമാനങ്ങൾക്കും ഉയർന്ന നിരക്കിൽ TDS, TCS എന്നിവ ഈടാക്കുകയും ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ എന്നിവയിലെ KYC പരിശോധനകൾക്ക് കാലതാമസം ഉണ്ടാവുകയും ചെയ്യും. അതേസമയം പാൻ കാർഡ് ഒരു വ്യക്തിയുടെ ടാക്സ് റെസിഡൻസി നിശ്ചയിക്കുന്നില്ല. ഓരോ സാമ്പത്തിക വർഷവും ഇന്ത്യയിൽ തങ്ങിയ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. അല്ലാതെ വിദേശത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടോ വിദേശ വിസ ഉള്ളത് കൊണ്ടോ മാത്രം ഒരാൾ ഇൻകം ടാക്സ് നിയമപ്രകാരം NRI ആകണമെന്നില്ല. ഇനി എങ്ങനെയാണ് പാൻ വെരിഫൈ ചെയ്യുക എന്ന് നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ചാണ് പാൻ വെരിഫൈ ചെയ്യാനാകുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം പാൻ കാർഡ് പ്രവർത്തനക്ഷമമാണോ എന്ന് നോക്കുക. പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും പ്രൊഫൈലിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പരിശോധിക്കുക. അടുത്തിടെ സമർപ്പിച്ച ITRലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇതിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്താനാകും. പാൻ ഓപ്പറേറ്റീവ് ആണെങ്കിൽ പ്രത്യേകമായി മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. എന്നാൽ പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ജുറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി ആദ്യം ടാക്സ് പോർട്ടലിലെ നോ യുവർ AO സർവീസ് വഴി അസസിംഗ് ഓഫീസറെ കണ്ടെത്തണം. തുടർന്ന് പാൻ കോപ്പി, പാസ്പോർട്ട് കോപ്പി, വിസ, വിദേശത്ത് താമസിച്ചതിൻ്റെ തെളിവ്, വിദേശ പൗരത്വ രേഖ എന്നിവ സമർപ്പിച്ച് അപേക്ഷ നൽകാം. ഇനി ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തൂ.